ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജനുവരി 9. കൗമാരകലയുടെ സൗവർണശോഭ. 5 രാപകലുകൾ അനന്തപുരിയുടെ കണ്ണും കാതും ഹൃദയവും ഒരേ താളത്തിലലിഞ്ഞു. കൗമാരകലയുടെ ആഘോഷലഹരി വേദികളിൽ നിന്നും വേദികളിലേക്കൊഴുകി. സർഗശേഷി വിളങ്ങിയ കൗമാര കലോത്സവം പ്രതിഭാവിലാസത്തിൽ ധന്യതയാർന്നു. ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും അടക്കമുള്ള നവോത്ഥാന നായകരുടെ മണ്ണിൽ കലാകേരളം പെയ്തിറങ്ങി. സ്വാതി തിരുനാളും രാജാരവിവർമ്മയും സർഗാത്മകമാക്കിയ നഗരം പ്രതിഭകളുടെ നടനവേദിയായി. കനകക്കുന്നിൻ്റെ നെറുകയിൽ കലാകേരളം മാറ്റത്തിൻ്റെ കൊടിപ്പടം കെട്ടി. ശംഖുമുഖത്തിൻ്റെ ഇളം കാറ്റിൽ ഗോത്രതാളം അലയൊലിയായി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ സമാനതകളില്ലാത്ത ചരിത്രമായി. 14 ജില്ലകളിലെ 14,000-ഓളം മത്സരാർത്ഥികൾ ആവേശകരമായ മത്സരം കാഴ്ചവെച്ച മേളയിൽ തൃശ്ശൂർ ജില്ലയാണ് സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. 1 പോയിന്റ് പിന്നിലായ പാലക്കാട് രണ്ടാമതെത്തി. പരാതികൾക്കോ പരിഭവങ്ങൾക്കോ ഇടം നൽകാതെ നടത്തിയ ആരോഗ്യകരമായ മത്സരത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരും ഒട്ടും പിന്നിലായില്ല. ജാതിമത ഭേദമന്യേ നാനാവിഭാഗം ഒത്തുചേർന്ന കലോത്സവം ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ വിളംബരം കൂടിയായി. സംഘാടനത്തിലെ മികവും പുതുമയും മാത്രമല്ല ഈ മേളയെ ഉയരത്തിലെത്തിച്ചത്. കലോത്സവത്തിൽ ഗോത്രകലകൾ ഉൾപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ തീരുമാനമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയുടെ തിളക്കമേറ്റിയത്. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവ ഉദ്ഘാടന വേളയിൽ കൊല്ലത്തെ ആശ്രാമം മൈതാനിയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനമാണ് ചരിത്രമാറ്റത്തിന് വഴിതിരിച്ചത്. കൃത്യം 1 വർഷത്തിനകം തീരുമാനം നടപ്പിലാക്കി സർക്കാർ വാക്കുപാലിച്ചു. വയനാടിൻ്റെ പണിയ നൃത്തവും കാസർഗോഡിൻ്റെ മംഗലം കളിയും പാലക്കാടിൻ്റെ ഇരുള നൃത്തവും ഇടുക്കിയിലെ പളിയ നൃത്തവും മലപ്പുലയാട്ടവും തലസ്ഥാന നഗരിക്ക് ആവേശമായി. അവഗണനയുടെ ഓരങ്ങളിൽ ഒതുങ്ങിയ ആദിവാസി കലാരൂപങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി LDF സർക്കാർ ഈ ജനവിഭാഗങ്ങളോടുള്ള കളങ്കമില്ലാത്ത പ്രതിബദ്ധത തെളിയിച്ചു. അധസ്ഥിതരുടെ അവകാശങ്ങൾക്കായി പോരാടിയ അയ്യൻകാളിയുടെ മണ്ണിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ തന്നെയാണ് ഗോത്രകലകളുടെ അരങ്ങേറ്റം നടന്നതെന്നതും ഈ മേളയെ വ്യത്യസ്തമാക്കുന്നു. നിശാഗന്ധിയിലെ വേദിയിൽ നിറഞ്ഞ സദസ്സ് ആവേശത്തോടെയാണ് ഗോത്രകലകൾ ആസ്വദിച്ചത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉദ്ഘാടന വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കാൻ അവസരം നൽകിയത് അവരുടെ വേദനകൾക്ക് മരുന്നായി. മഹാദുരന്തത്തിൻ്റെ ഉള്ളുലയ്ക്കുന്ന ഓർമ്മകൾ ഉണർത്തിയ നൃത്താവിഷ്കാരം. തങ്ങളുടെ സ്കൂൾ അവിടെ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട കുട്ടികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്ത് നിർത്തിയതിനും കലാകേരളം സാക്ഷിയായി. വേദികൾക്ക് നദികളുടെ പേര് നൽകിയതും പുതുമയായി. പ്രിയ സാഹിത്യകാരൻ MTക്ക് സ്മരണാഞ്ജലിയായി MT നിള എന്നാണ് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് പേരിട്ടത്. മത്സരാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ബഹുജനങ്ങൾ തുടങ്ങി ഏകദേശം 1 ലക്ഷത്തിനടുത്ത ആളുകളാണ് മേളയിൽ പങ്കെടുത്തത്. 25 വേദികളിലായി 249 ഇനങ്ങളിൽ പരാതികൾക്കിട നൽകാത്ത വിധം നടത്തിയ മത്സരം മേളയുടെ മികവാണ്. മത്സരങ്ങൾ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. വിധികർത്താക്കളെ സംബന്ധിച്ചോ വിധി നിർണയം സംബന്ധിച്ചോ ആക്ഷേപമുണ്ടായില്ല. വിജിലൻസും ഇൻ്റലിജൻസും നിരീക്ഷണം ശക്തമാക്കിയതോടെ കുറ്റമറ്റ വിധം ഫലപ്രഖ്യാപനം നടത്താനായി. രജിസ്ട്രേഷൻ മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ തന്നെ പ്രയോജനപ്പെടുത്തിയത് നടപടികൾ വേഗത്തിലാക്കി. മത്സരാർത്ഥികളുടെ താമസം, ഭക്ഷണം, യാത്ര എന്നിവയ്ക്ക് QR കോഡ് ഉൾപ്പെടെ വഴികാട്ടിയായി ഉണ്ടായിരുന്നു. മത്സരാർത്ഥികളെ വേദിയിൽ എത്തിക്കാൻ 70 ബസ് സർവീസ് നടത്തി. പുത്തരിക്കണ്ടം മൈതാനിയിലെ ഊട്ടുപുരയിലേക്കും തിരിച്ച് വേദികളിലേക്കും KSRTC ബസ്സുകൾ സർവീസ് നടത്തി. എല്ലാ വേദികൾക്ക് മുന്നിലും മത്സരഫലം അറിയിച്ച് ഇലക്ട്രോണിക് ഡിസ്പ്ലേ, മത്സരഫലങ്ങൾ പരിശോധിക്കാൻ കൈറ്റ്സിൻ്റെ ആപ്പ്, മത്സരവേദികളിൽ നിന്നുള്ള ലിറ്റിൽ കൈറ്റ്സിൻ്റെ തത്സമയ സംപ്രേഷണം എന്നിവ മേളയ്ക്ക് ന്യൂജൻ വൈബേകി. 100% ഹരിതചട്ടവും പാലിച്ചു. കലോത്സവ വേദികളിൽ പ്ലാസ്റ്റിക് എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ശുചിത്വ മിഷൻ പരിശോധന ശക്തമായിരുന്നു. നിറയെ വിഭവങ്ങളുമായി ഊട്ടുപുരയും മനം നിറച്ചു. ഭക്ഷണപ്പുരയ്ക്ക് സമീപം നടത്തിയ കലാപരിപാടികളും ആകർഷകമായി. കയ്യും മെയ്യും മറന്ന് തിരുവനന്തപുരവും മേളയെ നെഞ്ചേറ്റി. കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തി പിന്നീട് വിസ്മൃതിയിലാകുന്ന പ്രതിഭകളെ ചേർത്ത് നിർത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും നിറഞ്ഞ കയ്യടയോടെയാണ് നാട് ഏറ്റുവാങ്ങിയത്. സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തിയ ഈ കലാമാമാങ്കം അങ്ങനെ സ്കൂൾ കലോത്സവ ചരിത്രത്തിലെ സുവർണ ഏടായി.